ലോകരാജ്യങ്ങളെ എടുത്ത് പരിശോധിക്കപ്പെടുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങളിൽ ആത്മഹത്യ വളരെ കുറവായി രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ നാടുകളിൽ ഇപ്പോൾ ധാരാളമായി ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ ഒരുപാട് രോഗങ്ങൾ മുസ്ലിമീങ്ങളായ നമുക്ക് ധാരാളം രോഗങ്ങൾ ഉണ്ടാകുന്നതും പഠനവിധേയമാകുമ്പോൾ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ വർദ്ധിക്കുന്നത് കാണാൻ കഴിയുന്നു. ലോകരാജ്യങ്ങളിൽ മുഴുവൻ പഠനത്തിൽ ഏറ്റവും കുറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നവർ മുസ്ലിമീങ്ങളാണ്. എങ്കിലും ഈ അടുത്ത കാലത്ത് ധാരാളമായി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ഉസ്താദ് ആത്മഹത്യ ചെയ്തതുപോലും ഇപ്പോൾ വളരെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഞാനതിൻ്റെ മറ്റൊരു തലങ്ങളിലേക്ക് സംസാരിക്കുകയല്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഈ പ്രശ്നമുണ്ടാകുന്നത് എന്നതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് സമ്പത്തുള്ള ആളുകൾ പലപ്പോഴും ആത്മഹത്യയിലേക്ക് പോകുന്നത് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ആത്മഹത്യ ഇല്ലാതാകുന്നതിന് സമ്പത്തല്ല മാനദണ്ഡം. എന്നാൽ ചുരുങ്ങിയ ജീവിതം, കുറഞ്ഞ സമ്പത്തുള്ള മനുഷ്യൻ സമാധാനത്തോടുകൂടി ഇവിടെ ജീവിക്കുന്നത് നാം കാണുന്നു. അപ്പോൾ നാം പഠിക്കേണ്ടത് ഏതു വിഷയത്തിലാണ് ആത്മഹത്യക്ക് പരിഹാരം, എവിടെയാണ് സമാധാനം? ഇങ്ങനെ ചോദിക്കപ്പെടുമ്പോൾ വഹിയൽ ഖനാഅത്തു, അതിൻ്റെ പരിഹാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന സ്വഭാവം, ഈ സ്വഭാവം നമ്മളിൽ ഇല്ലാതായതുകൊണ്ടാണ് പല രോഗങ്ങളും നമുക്കുണ്ടാകുന്നതും ആത്മഹത്യ ഉണ്ടാകുന്നതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം. അൽ ഖനാഅത്തു ഖുലുഖുൻ അദീം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നത് സ്റ്റാൻഡേർഡ് കുറവാണ് എന്ന് ചിലർ ചിന്തിക്കുന്നു. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു അത് ഏറ്റവും ഉന്നതമായ ഒരു സ്വഭാവമാണ്. യൂരിഥു സആദത വറാഹത്തൽ ഖൽബ്, മനസ്സിന് ശാന്തി വേണോ, സമാധാനം വേണോ, വിജയം വേണോ, വിജയത്തിന്റെ അടിസ്ഥാനം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന ഏറ്റവും മഹോന്നതമായ സ്വഭാവമാണത്. വറാഹത്തുൽ ഖൽബ്, അത് ഹൃദയത്തിന് സമാധാനമാണ്. വയുബ്ഇദുൽ മുസ്ലിമ അനിത്വമഇ വൽ ഹറാം, ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളോ അതുപോലെ ഹറാമുകളിലേക്കോ ഒരു മുസ്ലിമിനെ തടഞ്ഞു നിർത്തും, വിദൂരത്താക്കുന്നതാണ് ഖനാഅത്ത് എന്ന് പറയുന്ന സ്വഭാവം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിക്കുക എന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു. അല്ലാഹു തആല പറഞ്ഞു, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബാ. അതേ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, നല്ല സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ നല്ല രൂപത്തിൽ ജീവിക്കട്ടെ എന്ന്, ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബാ, നല്ല രൂപത്തിൽ ജീവിക്കട്ടെ എന്ന് ഖുർആൻ പറഞ്ഞു. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. എന്താണ് അവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നത്? ഖനാഅത്ത് കൊണ്ട് ജീവിക്കട്ടെ എന്നാണ്, ഉള്ളത് കൊണ്ട് അവൻ ജീവിക്കട്ടെ എന്നാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. ഫൽമുഅ്മിനു അല്ലദീ യർളാ ബിമാ അഅതാഹു അല്ലാഹ് യഈശു മുത്മഇന്നൽ ഖൽബ്, ഒരു മുഅ്മിനിന് അല്ലാഹു നൽകിയത് എന്താണോ ആ നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അവൻ ജീവിക്കുക. അവൻ ഹൃദയം, അവന്റെ ഖൽബ് അതിൽ ഒതുങ്ങി ഇതെനിക്ക് മതി എന്ന് ചിന്തിച്ചു, ഇതെനിക്ക് മതി, റബ്ബ് എനിക്ക് ഇതേ തന്നിട്ടുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക. വലാ യഹ്സനു അലാ ഖില്ലത്തി ദുനിയാ, ദുനിയാവില് എനിക്ക് കുറച്ച് വിഭവമേ തന്നുള്ളൂ എന്ന് ദുഃഖിക്കാൻ പാടില്ല. റബ്ബ് എന്താണോ തന്നത്,
റബ്ബ് തന്ന വിഭവം എത്ര ചെറുതാണെങ്കിലും അത് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സ്വഭാവം. വലാ യതകബ്ബറു ഇദാ കസുറ മാലുഹു, സമ്പത്ത് ധാരാളം റബ്ബ് തന്നാലും കിബറു നടിക്കാനും പാടില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഖനാഅത്ത് എന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയായി മാറണം. ഈ ശൈലി നമ്മുടെ മക്കളെയും പഠിപ്പിക്കണം. മക്കളെ പഠിപ്പിച്ചില്ലെങ്കിലോ, ഉള്ളത് കൊണ്ട് നാം കഞ്ഞി കുടിച്ചാലും ജീവിക്കാന്ന് വിചാരിക്കും. നമ്മുടെ മക്കളോ, മക്കൾക്ക് പോരാ. മക്കൾ എന്തു ചോദിച്ചാലും വാങ്ങിക്കൊടുക്കാനും എന്തും അവർക്ക് ചെയ്തു കൊടുക്കാനും നാം നിൽക്കുമ്പോൾ അപകടമാണത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ, അവന് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്റെ വാപ്പ പിതാവ് വാങ്ങിക്കൊടുക്കും ധാരാളമായി. പെട്ടെന്ന് പിതാവ് മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ പിതാവിന്റെ സമ്പത്ത് ഒന്ന് ഷോർട്ടായി പോയി, പിന്നെ അവന് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ ഖനാഅത്തില്ലാത്ത മക്കൾക്ക് സഹിക്കാൻ കഴിയില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവനതാ വാശി പിടിക്കുന്നു. അവന് ലഭിക്കാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു ചെറിയ പൈതലങ്ങൾ. ഇതിന്റെ പ്രധാന കാരണം ഖനാഅത്ത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലില്ലാത്തത് കൊണ്ടാണ്. ഇത് നമുക്ക് മാത്രം പോരാ, നമ്മുടെ മക്കൾക്ക് കൂടി വേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. മോനെ, വാപ്പാന്റെ ഗൂഗിൾ പേയിൽ കണ്ടോ നീ 5 രൂപയുള്ളൂ, കാണിച്ചോളൂ. മോന്റെ അടുത്ത് കാണിച്ചോളൂ, ഭാര്യയുടെ അടുത്ത് കാണിക്കരുത്. ഭാര്യയുടെ അടുത്ത് കാണിക്കരുത്. അതെ, ഭാര്യയുടെ അടുത്ത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഭാര്യക്ക് നമ്മളൊരു വില ഉണ്ടാവില്ല. നമ്മുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ടെന്ന് അത് പറഞ്ഞാലോ, പിന്നെ ആ കടയിൽ കണ്ടോ, അവിടെ ഒരു മാള് വന്നു, ഇവിടെ ഒരു മാർക്കറ്റ് വന്നു, ഇങ്ങനെ എല്ലാം വാങ്ങിക്കൂട്ടേണ്ടി വരും. വീടൊരു മാളായി മാറും. അതുകൊണ്ട് ഭർത്താവിന്റെ മുഴുവനും സമ്പത്ത് ഭാര്യ അറിയരുത്. എന്നാ ഒരു രൂപ പോലും ഭർത്താവില്ല എന്ന് ഭാര്യ അറിയരുത്. അവർ എന്റെ ഭർത്താവിനെ ഒന്നിനും കൊള്ളൂലെന്ന്. എന്നാ മക്കളെ അറിയിക്കണം. മക്കളോട് പറയണം, മോനെ, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തു വന്നതാണ്. ഒരു വീഡിയോ എടുത്തിട്ടാണെങ്കിലും ഇന്ന് നമ്മുടെ ഈ പിഴയ്ക്കാപ്പള്ളിയിൽ തന്നെ നല്ല എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരില്ലേ, അതെ, അതൊന്ന് മക്കളൊന്ന് കാണട്ടെ. 1000 രൂപക്ക് വൈകുന്നേരം വരെ പണിയെടുത്ത ഉപ്പാന്റെ 500 രൂപ വാശി പിടിച്ചു വാങ്ങിയിട്ട് 12 മണി രാത്രി കഴിയുമ്പോഴും തോന്നുന്ന പോലെ സിഗരറ്റ് വലിക്കാനും MDMA ഉപയോഗിക്കാനും രാത്രി സമയത്ത് ജ്യൂസ് അടിക്കാനും രാത്രി സമയത്ത് ഫുഡ് അടിക്കാനും അതിനു വേണ്ടിയാണോ നമ്മുടെ മക്കളെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ നമ്മുടെ ജീവിതം ഒന്ന് പകർത്തി കൊടുക്കണേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖനാഅത്ത് എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവമായില്ലെങ്കിൽ ആത്മഹത്യയിലേക്ക്, നാം പല രോഗങ്ങളിലേക്ക്, നമ്മുടെ മക്കൾ പെട്ടെന്ന് തന്നെ പല രോഗങ്ങൾ ഉണ്ടാകാനൊക്കെ വലിയ കാരണമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ അസ്ബഹ മിൻകും മുആഫൻ ഫീ ജസദിഹി, ആരെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്, അവനൊരു കുഴപ്പമില്ല, ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റു, നമുക്ക് ശരീരത്തിനൊരു വേജാറോ ഒരു പ്രയാസവുമില്ല, ആമിനൻ ഫി സിർബിഹി, അവന്റെ ഖൽബ് നിർഭയത്വമാണ്. രാവിലത്തെ ഭക്ഷണം എനിക്ക് ഇല്ല എന്നുള്ള ടെൻഷൻ ഉണ്ടായില്ലല്ലോ, ജുമ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ ഭക്ഷണമില്ല എന്നുള്ള ടെൻഷൻ ഇല്ലല്ലോ, നിർഭയത്വത്തിലല്ലേ ഞാൻ എന്റെ മസ്ജിദിലേക്ക് വരാൻ എന്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ലെന്ന ടെൻഷൻ ഇല്ലല്ലോ, നിർഭയത്വമുള്ളവനാണോ. ഇന്നത്തെ ദിവസം കഴിയാനുള്ള ധാന്യം എന്റെ വീട്ടിലുണ്ടോ, ഇന്നത്തെ രാത്രി എനിക്ക് ഭക്ഷിക്കാനുള്ള വിഭവമുണ്ടോ എന്നാണെങ്കിൽ അവന് ലോകം മുഴുവനും കൈവശപ്പെടുത്തിയവനെ പോലെയെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. ഇന്നത്തെ ദിവസം ഒന്ന് ചിന്തിച്ചു നോക്കിയ മുഅ്മിനീങ്ങളെ, നമ്മുടെ ബേജാറെന്താ? 5 കൊല്ലം കഴിയുമ്പോ എന്റെ അവസ്ഥ എന്താണുള്ളതാ. അല്ലെങ്കിൽ ഞാനിപ്പോ പെണ്ണ് കെട്ടിയിട്ട് കുട്ടിയുണ്ടായ അതിന്റെ 4 പൂളിക്ക് സ്വർണ്ണപ്പം എങ്ങനെ എടുക്കും എന്നുള്ളതല്ല നമ്മുടെ ടെൻഷൻ. എത്ര കഷ്ടാണ് ഇല്ലേ നമ്മുടെ ടെൻഷൻ. എങ്ങനെയാ? പെണ്ണിനെ കെട്ടിച്ചു വിട്ടു, ഇനി അടുക്കള കാണലുണ്ട്, അടുക്കള കണ്ടില്ലെങ്കിലും സാധനം കൊണ്ടുപോണ്ടേ, ഇതിലാ ടെൻഷൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാൻ എന്റെ കയ്യിലുണ്ടോ? ഇന്നത്തെ ദിവസം ഒരാള് കൈ നീട്ടി വന്നാൽ 10 രൂപ കൊടുക്കാൻ എന്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രാജാവ് തന്റെ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മനുഷ്യനെ കാണാൻ വേണ്ടി മന്ത്രിയോട് പറഞ്ഞു, ഈ നമ്മുടെ രാജ്യത്ത് ഏറ്റവും നല്ല സന്തോഷിക്കുന്ന മനുഷ്യൻ ആരാണ് എന്ന് കണ്ടുപിടിക്കണം.
അങ്ങനെ മന്ത്രി എല്ലാ സ്ഥലങ്ങളിലും പോകാൻ തുടങ്ങി. വലിയ സമ്പന്നന്മാരെടുത്തു പോയി, വലിയ കച്ചവടക്കാരെടുത്തു പോയി, ഗവൺമെന്റ് ജോലിക്കാരെടുത്തു പോയി, ഇങ്ങനെ എല്ലാ ഇടങ്ങളിലും പോയി. അവരൊക്കെ പറഞ്ഞു വലിയ ടെൻഷനാണ്, എല്ലാവരും ടെൻഷനാ പറയുന്നത്, എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. അവസാനം മന്ത്രി ഇങ്ങനെ നടക്കുമ്പോ ഒരു ചെറിയ മുണ്ടെടുത്ത് ഒന്നിനും കൊള്ളില്ലാത്തൊരു വസ്ത്രവും ധരിച്ച് ഒരു കൃഷി ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പാട്ടുപാടി കൃഷി ചെയ്യുകയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ മന്ത്രി ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വല്ല സന്തോഷവുമുണ്ടോ? അപ്പൊ ആ കൃഷിക്കാരൻ പറഞ്ഞു, എന്റെ റബ്ബ് എനിക്ക് ഭക്ഷണം ഇന്നത്തെ ദിവസം തന്നു, എനിക്കൊടുക്കാൻ, എനിക്ക് ഔറത്ത് മറയ്ക്കാൻ എന്റെ റബ്ബ് എനിക്ക് വസ്ത്രം തന്നു, എന്റെ റബ്ബ് എനിക്ക് എന്റെ കുടുംബം തന്നു, എന്റെ റബ്ബ് എനിക്കൊരു കൂര തന്നു, ഇന്ന് ജീവിക്കാൻ എനിക്ക് തന്ന റബ്ബ് എനിക്കിതിലപ്പുറം എനിക്കെന്ത് സന്തോഷത്തിന്, അതേ കേടുവരാൻ എന്താണുള്ളതെന്ന് ആ മനുഷ്യനെങ്ങ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നാളത്തെ കുറിച്ച് ചിന്തിക്കാൻ അല്ലാഹു പറഞ്ഞത് ഖിയാമത്ത് നാളാണ്, ആഖിറമാണ്. ആ നാളെ കുറിച്ച് നമുക്ക് ചിന്തയുണ്ടോ? നാളെ എന്റെ പെണ്ണിനെ കെട്ടിക്കണം, എനിക്ക് 2000 സ്ക്വയർ ഫീറ്റ് വീട് പണിയാനുണ്ട്, ഇത് നടക്കുന്ന ടെൻഷനാണ്, മുഴുവൻ ടെൻഷനാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ യഥാർത്ഥ നാളെയില്ലേ, ആഖിറത്തിലേക്ക് എന്റെ കുടുംബം നരകത്തിൽ നിന്നും മോചനം കിട്ടണ്ടേ? ഈ ചിന്തക്ക് പകരം ഇന്ന് ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണ്? ഇന്ന് ടെൻഷനാകാനുള്ള കാരണം എന്താണ്? ഇന്ന് രോഗമാകാനുള്ള കാരണം എന്താണ്? മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യലല്ലേ? ഒരു നല്ല വാഹനം ഒരാൾ വാങ്ങി, സുഹൃത്ത് വാങ്ങി, അയൽവാസി വാങ്ങി, സുബ്ഹാനല്ലാഹ്, പിന്നെ അവനെങ്ങനെ വാങ്ങി? അവൻ വല്ല തട്ടിപ്പ് നടത്തി വാങ്ങിയതായിരിക്കും, അവൻ GST നോട്ടീസും പറ്റിച്ചിട്ടുണ്ടാക്കിയതായിരിക്കും. ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. എന്തുമാകട്ടെ, ഇങ്ങനെ കുറ്റപ്പെടുത്തുക, പിന്നീട് എന്റെ മനസ്സിലുള്ളത് എന്താണ്? അതേ, എനിക്കും അതുപോലെ വാങ്ങണം. അതേ, ഒരു പെരതാമസത്തിന് പോയി, ഭാര്യയും കൂട്ടി പോയി, തിരിച്ചു വന്നപ്പോ ഭാര്യക്ക് വല്ലാത്ത ടെൻഷൻ. അതേ, എത്ര സൗകര്യമാണ് ആ വീടുള്ളത്, നമ്മുടെ വീട് എത്ര സൗകര്യക്കുറവാണ്. ഇങ്ങനെ മറ്റുള്ളവരുടെ വീടും മറ്റുള്ളവരുടെ ജീവിതവും ഇതെല്ലാം കണ്ടുകൊണ്ട്, അതേ, ഇതൊന്നും പോരാ എന്ന ഖനാഅത്തില്ലാതെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാത്ത മനസ്സ്, ആ സ്വഭാവമില്ലാത്തത് കൊണ്ട്, നമ്മുടെ മക്കൾക്കില്ല, നമുക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ ജീവിതം പ്രയാസമാകുന്നു. സോഷ്യൽ മീഡിയ, നാം ഇന്ന് സ്റ്റാറ്റസിലൂടെ എല്ലാം കാണുന്നത് യാഥാർത്ഥ്യമാണെന്ന് വിചാരിക്കരുത്. ഒരുപാട് പ്രശ്നത്തിന്റെ വിഷയം എന്താണ്? സ്ത്രീകൾ ഇങ്ങനെ കാണാണ്, യാത്ര പോയത് സ്റ്റാറ്റസ് കാണുന്നു, വർഷത്തിൽ ഒരിക്കൽ സ്റ്റാറ്റസ്, വർഷത്തിൽ ഒരിക്കൽ യാത്ര പോയതാ, പക്ഷേ അവൻ പല ദിവസങ്ങളായി സ്റ്റാറ്റസ് ഇടുകയാണ്. ഇങ്ങനെ അപ്പൊ കാണുമ്പോ തോന്നും എന്നും യാത്ര, ആ കുടുംബം എന്നും യാത്ര, ഇങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എന്നെ കൊണ്ടുപോകില്ല. എന്തേ കാര്യം? ഇതിങ്ങനെ സ്റ്റാറ്റസ് ആണ്, വർഷത്തിൽ ഒരിക്കലേ പോയിട്ടുള്ളൂ. ഇവരുടെ ധാരണ, അവന്റെ ധാരണ, അവരെന്താണ് അടിച്ചു പൊളിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമാണോ? ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവൂല. ഇതൊക്കെ വെറുതെ തോന്നലാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കണം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. അനാവശ്യങ്ങളിലേക്ക് നാം ചിന്തിക്കരുത്. നമുക്കിന്ന് ആവശ്യങ്ങൾ കുറഞ്ഞു. ഇന്ന് ആർക്കും എന്താ ആവശ്യമുള്ള ആഗ്രഹങ്ങൾ പെരുത്തുണ്ട്. ഈ പിഴക്കാപ്പള്ളിയിൽ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങണമെന്ന് വലിയ ആഗ്രഹം. എന്നാ ആവശ്യങ്ങൾ വല്ല ഉണ്ടോ? ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്ക്. ആരെങ്കിലും ഉണ്ടോ? ഒരു ആവശ്യമായ കാര്യങ്ങൾ കുറഞ്ഞു. വണ്ടിക്ക് പെട്രോൾ അടിക്കാനില്ലേ? 150, എത്ര രൂപ വേണ്ടി? 250 രൂപയാക്കിയാ പെട്രോൾ അടിക്കൂലേ? പെട്രോൾ അടിക്കും. ആരെങ്കിലും യാത്ര ചെയ്യാതിരിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നാം ആവശ്യത്തിനനുസരിച്ച് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകും വഹുവ അജ്ദറു. നീ നിന്റെ താഴേക്കിടയിലുള്ള ആളിലേക്ക് സമ്പത്തിന്റെ വിഷയത്തിൽ നോക്കൂ, അതേ, നിന്റെ മേലെയുള്ളവരിലേക്ക് നോക്കാതെ നിന്റെ താഴെയുള്ളവരിലേക്ക് നോക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായത്. അല്ലാ തസ്ദറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹു അനുഗ്രഹം ചെയ്തു തന്ന അനുഗ്രഹത്തെ അത് തള്ളിപ്പറയാതിരിക്കാൻ, അത് ഒഴിവാക്കാതിരിക്കാൻ അല്ലാഹു അനുഗ്രഹം ചെയ്തത് എത്രയാണ്. അതുകൊണ്ട് താഴേക്കിടയിലേക്ക് നോക്കൂ. ഒരു ചെറിയ ഇത്രയുള്ള ഇത് തന്നെ രണ്ടായി പകർത്ത് ജീവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ, ഇല്ലേ? ഈ കാണുന്ന സ്ഥലം പകുത്തിട്ട് അവിടെ ഒരു ഫാമിലി, ഇവിടെ ഒരു ഫാമിലി ജീവിക്കുന്നവരില്ലേ? നാം കാണുന്നില്ലേ?
അത് കണ്ടിട്ട് നമുക്ക് സ്ക്വയർ ഫീറ്റ് പോരാ, നമുക്ക് പലതും പോരാ. അള്ളാഹുവിന്റെ അനുഗ്രഹം നാം എണ്ണി നോക്കണം. അടുത്ത വെള്ളിയാഴ്ച വരെ ഒരു വർക്കായിട്ട് ഒരു പേപ്പർ എടുക്കുക. ബോധ്യപ്പെടണമെങ്കിൽ പേപ്പർ എടുക്കണം. ഓരോന്നും എഴുതുക, അമ്മ ചെയ്ത അനുഗ്രഹം. അങ്ങനെ ഓരോന്ന് എഴുതി നോക്കിയ സുഹൃത്തുക്കളെ നമ്മുടെ മനസ്സിലൊക്കെ മാറും. കേട്ടോണ്ടായില്ല, ഒന്ന് പേപ്പറിൽ എഴുതി നോക്കി. എൻ്റെ അടുത്തൊരു കുട്ടി, ദർസി പഠിക്കുന്ന കുട്ടി പറഞ്ഞു, ഉസ്താദെ ഞാൻ ദർസ് നിർത്തുകയാണ്. എന്തേ മോനെ? എനിക്കൊരു കഴിവില്ല ഉസ്താദെ, ഞാൻ ഇനി ഇതൊക്കെ പഠിച്ച് പള്ളിയിൽ ചെല്ലുമ്പോൾ ഈ എല്ലാവരും ഉൾക്കൊണ്ടല്ലേ എനിക്കൊരു കഴിവില്ല, എന്നൊക്കെ പുറത്താക്കും ഉസ്താദെ. ആ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം. ഞാൻ അവനോട് പറഞ്ഞു, നിനക്കൊരു കഴിവില്ല എന്ന് ആരാ പറഞ്ഞത്? നിനക്ക് എന്താ വിഷമം? നിനക്കൊരു അനുഗ്രഹം. അവന്റെ അനുഗ്രഹം മനസ്സിലായില്ല. ഞാനിങ്ങനെ ഓരോന്ന് അവനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഒന്ന് ശരീരം കൊണ്ട് തുടങ്ങി, നിനക്ക് കണ്ണുണ്ടോ? ഇങ്ങനെ തുടങ്ങി ശരീരത്തിന്റെ എല്ലാ അനുഗ്രഹവും പറഞ്ഞു. നിനക്ക് ബുദ്ധിയുണ്ടോ? ബുദ്ധിയുണ്ട്. ബുദ്ധിയുണ്ടെങ്കിൽ പഠിച്ചാൽ പറ്റൂലേ? ഇങ്ങനെ തുടങ്ങി ഓരോന്ന് ചോദിച്ചു. നിനക്ക് അവസാനം ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അറിയില്ലേ? അക്കൗണ്ടിങ് അറിയില്ലേ? നിനക്ക് ബുറുദ പാടാൻ അറിയില്ലേ? പ്രസംഗിക്കാൻ അറിയില്ലേ? ഇതൊക്കെ ആ കുട്ടി അറിയാന്നാ പറയാ. ഇതെല്ലാം അറിയാം. അപ്പോ അള്ളാഹ് അനുഗ്രഹം ചെയ്തു കൊടുത്തത് ഇങ്ങനെ എണ്ണി എണ്ണി നോക്കിയപ്പോൾ അവന്റെ മനസ്സ് പാകപ്പെട്ടു. എന്നാ പിന്നെ ദർശനത്തിണ്ടാന്ന് വിചാരിച്ച്. അതെ, ഞാൻ പറയുന്നത് ഇങ്ങനെ നാം ഒന്ന് അനുഗ്രഹം എണ്ണി നോക്കിയാൽ, പ്രിയപ്പെട്ടവരെ, ഒരു വർക്കാവട്ടെ, അടുത്ത വെള്ളിയാഴ്ച വരെ ഒന്ന് അനുഗ്രഹം എണ്ണിയൊക്കെ എത്ര സന്തോഷമാണത്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ഒന്ന് എണ്ണി നോക്കണം. നമുക്ക് പലപ്പോഴും വളരെ സാമ്പത്തിക ടൈറ്റാണ്. അതിനൊരു മാർഗം, പ്രിയപ്പെട്ടവരെ, ഡേ ടു ഡേ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടല്ലോ, അത് നിങ്ങൾ നോക്ക്. ഒരു മാസം കിട്ടുന്ന വരുമാനം മുഴുവൻ എഴുതി വെക്ക്, ഒരു മാസം കിട്ടുന്ന ചെലവ് മുഴുവൻ എഴുതി വെക്ക്. അത് എഴുതി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്തിനൊക്കെയാ ചെലവഴിച്ചതെന്ന് കൃത്യം മനസ്സിലാവും. നമ്മൾ അന്താളിച്ചു പോകും. എന്തിനൊക്കെയാ? 3000 രൂപക്ക് ലോട്ടറി. പിന്നെ എങ്ങനെയാ കുടുംബത്തിലേക്ക് ചെലവ്? ആകെ 15,000 രൂപ ഇവന് കിട്ടണത്, അല്ലെങ്കിൽ 20,000 രൂപ കിട്ടണത്. ആരെങ്കിലും പറ്റിച്ച 2,000 രൂപ 22 രൂപ കിട്ടും. ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഞാൻ എല്ലാവരും മോശം പറയാൻ നിങ്ങൾ വിചാരിക്കരുത്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഒന്ന് പറയാ. നാം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ നോക്കുമ്പോ ചെലവഴിച്ചത് ആത്മാർത്ഥമായി ഒന്ന് ഭാര്യയെ കാണിച്ചു കൊടുക്കണ്ട കേട്ടോ, അത് വലിയ കുടുംബ പ്രശ്നം ഉണ്ടാവും. നമ്മൾ ചെലവഴിച്ചതൊക്കെ എവിടെയൊക്കെയാന്ന് വെച്ചാൽ, വേറെ ഒരു ഫോൺ റീചാർജ് ചെയ്തിട്ടുണ്ടാവും. ചിലർക്കൊക്കെ 2 ഫോണുണ്ട്, അത് ഭാര്യ അറിയില്ലാത്തൊരു ഫോണാ. അതിന് റീചാർജ് ചെയ്തതിന്റെ ഒക്കെ കൂടി നോക്കുമ്പോ ഫോൺ റീചാർജ് ചെയ്തതിന് ഒരു ക്യാഷ്, പിന്നെ ലോട്ടറി എടുത്ത് 3000, പെട്രോൾ അടിച്ചത് 5000. എന്തിനാവും പെട്രോൾ അടിച്ചത്? അവൻ എവിടെയാ? ചുമ്മാ വെറുതെ റോട്ടിലേക്ക് ഒന്ന് പോകും, റോട്ടിന് വീട്ടിലേക്ക് വരും, പിന്നെ ഒന്നുകൂടെ പിഴക്കാപ്പള്ളി ഒന്ന് പോകും. ഒരാവശ്യമില്ലാത്ത യാത്ര. പെട്രോൾ അടിച്ചത് കൂടി, സിഗരറ്റ് വലിച്ചത് വേറെ, ഹാൻഡ്സ് വെച്ചത് വേറെ. അതേ, നല്ല ചെക്കപ്പ് ഉണ്ടായപ്പോൾ, ലഹരി കിട്ടാതായപ്പോ കുറച്ച് കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങി വെച്ചു. ആവശ്യമില്ലാത്ത ചായ കുടി. ഒരാൾ ചിലപ്പോ 5ഉം 6ഉം ഗ്ലാസ് ചായ കുടിക്കുന്നു കടയിൽ. എത്ര രൂപ ചെലവാണ്? ഹോട്ടലിൽ നിന്ന് അനാവശ്യമായ ഫുഡ് കഴിക്കുന്നു. ചിലപ്പോ അനാവശ്യങ്ങൾക്ക് വേണ്ടി ചിലരിൽ നിന്നും പലിശക്ക് പണം വാങ്ങുന്നു. ഇതൊക്കെ ഒന്ന് നമ്മളൊന്ന് കൂട്ടി നോക്കൂ, ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി നോക്കൂ. കുടുംബത്തിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാമേ. ആത്മഹത്യയില്ലാതെ ബറക്കത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിക്കാം. സമ്പന്നൻ ധാരാളം സമ്പത്തിനുള്ളവനല്ല, സംതൃപ്തിയുള്ളവനാണ് യഥാർത്ഥ സമ്പന്നൻ എന്ന് മഹാരഥന്മാര് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ, അതേ, അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്താൽ, ലഇൻ ശകർതും ലഅസീദന്നകും, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്താൽ അല്ലാഹു അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിച്ചു തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങളുടെ ഒരു കണ്ണ് തരുമോ? 1 കോടി തരാം. തരൂല. അല്ലാഹു ചെയ്ത അനുഗ്രഹം കണ്ടോ? ഫോണില്ലെങ്കിൽ വിഷമമാണ്. ഈ കേൾവി ഒന്ന് എടുത്തോട്ടെ, പറ്റില്ലല്ലോ. വാഹനമില്ലല്ലോ, അതേ, വിഷമമാണ്. കാലുണ്ട് മോനെ. അല്ലാഹു ചെയ്ത അനുഗ്രഹം എത്രയാണ്? നല്ലൊരു വീടില്ല, നല്ല ടെൻഷൻ. സമാധാനമായി ഇന്നലെ നീ ഉറങ്ങിയോ? ചെറിയ ശമ്പളമാണോ നിനക്കുള്ളൂ? പക്ഷേ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോകുമ്പോ നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. 2 മക്കളെയും പിടിച്ച് രക്ഷിതാവ് ഇങ്ങനെ പോവാണ്, ആത്മഹത്യക്ക് പോവാണ്. മക്കൾ ചിരിച്ചു പോവല്ലേ? അവർക്കറിയില്ല ആത്മഹത്യ ചെയ്യാണെന്നറിയില്ല. പക്ഷേ അവർക്ക് നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഒന്ന് ക്രമീകരിച്ചാലുണ്ടല്ലോ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാലുണ്ടല്ലോ, ആ സ്വഭാവം നമ്മുടെ സ്വഭാവമായി മാറി, നമ്മുടെ മക്കളുടെ സ്വഭാവമായി മാറിയാൽ നമ്മുടെ ജീവിതം സന്തോഷമാകും. അതുകൊണ്ട് ഖനാഅത്ത് എന്ന സ്വഭാവം ഉള്ളവരായി ജീവിക്കാൻ നാം എല്ലാവരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.